കേരള രാഷ്ട്രീയത്തെയും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ നിർണായകമായ ഒരു ഘട്ടം. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അമിത ആത്മവിശ്വാസത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടുത്ത പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ലഭിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഒരു ക്ലീഷേ നാടകം ഇവിടെ നാലാക്കി മടക്കി തിരികെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീണ വിജയന്. ആരെന്ന് പറയേണ്ടതില്ലല്ലോ, അതെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അമിത ആത്മവിശ്വാസത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടുത്ത പ്രഹരമേൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം നേർസാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗത്തിന്റെ പേര് പറഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഒരൊറ്റ ശ്വാസം വിടാൻ പോലും സാവകാശം നൽകാതെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ED. വക്കീൽ വഴി രേഖകൾ ഹാജരാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മൂർച്ചയേറിയ ചോദ്യം ചെയ്യലിൽ നിന്നും അതിവിദഗ്ധമായി തലയൂരാൻ നോക്കിയ വീണയുടെ സകല നീക്കങ്ങളും ഇപ്പോൾ പൂർണ്ണമായും പാളിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയയാകേണ്ടി വരുമെന്ന ഭീതി നിലനിൽക്കെ കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി EDക്ക് മുന്നിൽ ഹാജരാകാതിരുന്ന വീണ വിജയനെ തൊട്ടു പിന്നാലെ ഉടനടി സമൻസ് അയച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടിച്ചിരിക്കുന്നത്. വരുന്ന ബുധനാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് പുതിയ കർശന നിർദ്ദേശം. സാങ്കേതിക ന്യായങ്ങളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും കാണിച്ച് കേന്ദ്ര ഏജൻസികളെ ദീർഘകാലം കബളിപ്പിക്കാമെന്ന ധാരണ ഇവിടെ പൂർണ്ണമായും തകരുകയാണ്. തുടർച്ചയായ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ തീർത്തിരുന്ന പാർട്ടി പോലും ഇപ്പോൾ ഈ അഴിമതി കേസിൽ വീണ വിജയനെ പൂർണ്ണമായും കൈവിട്ട മട്ടാണ്. ഇതോടെ നിയമ പോരാട്ടത്തിലും രാഷ്ട്രീയ ഭൂമികയിലും CMRL കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയന് ഇനി തനിവഴി മാത്രമാണ് അവശേഷിക്കുന്നത്. വർഷങ്ങളായി കേരളക്കരയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മാസപ്പടി കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന അടിയന്തര സമൻസ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി കരിമണൽ കമ്പനിയായ CMRLൽ നിന്നും യാതൊരുവിധ സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ തർക്ക പരിഹാര ബോർഡ് നേരത്തെ കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിന്റെ ചുവട് പിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം ഇടപാടുകളെ കുറിച്ച് വിപുലമായ അന്വേഷണം ആരംഭിച്ചതും ഒടുവിൽ വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചതും. എന്നാൽ ആദ്യ സമൻസ് ലഭിച്ചപ്പോൾ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥയും ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നും വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു. തനിക്ക് പകരം ഒരു അഭിഭാഷകൻ വഴി ആവശ്യപ്പെട്ട രേഖകളെല്ലാം ED ഓഫീസിൽ എത്തിച്ച് തൽക്കാലം അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. രേഖകൾ ഹാജരാക്കിയതിനെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ആ രേഖകളിലെ സുപ്രധാന പൊരുത്തക്കേടുകളെ കുറിച്ച് കമ്പനിയുടെ ഉടമസ്ഥയായ വീണ വിജയനിൽ നിന്നും തന്നെ നേരിട്ട് മറുപടി കേൾക്കണമെന്ന ഉറച്ച നിലപാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാതെ സമയം നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രതിരോധ നീക്കങ്ങൾക്ക് മേലാണ് ED ഇപ്പോൾ ഈ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. രോഗാവസ്ഥയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അടുത്ത സമൻസ് അയച്ചതിലൂടെ ED കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ കേസിൽ വിട്ടുവീഴ്ചയോ കാലതാമസമോ ഉണ്ടാകില്ല എന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണിത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കേസ് ഉയർന്നു വന്നപ്പോഴൊക്കെ ഇത് വെറുമൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്നും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നും പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ ഭരണകക്ഷിയിലെ CPM സകല സന്നാഹങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടി നേതാക്കളും മന്ത്രിമാരും വീണ വിജയന് സുരക്ഷാ കവചം ഒരുക്കി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ബിസിനസ് ഇടപാട് മാത്രമാണിതെന്നും അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുമാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ ലൈൻ. എന്നാൽ അന്വേഷണം കേന്ദ്ര ഏജൻസികളായ SFIOയും EDയും സംയുക്തമായി ഏറ്റെടുക്കുകയും CMRL ഉദ്യോഗസ്ഥരെയും എക്സാലോജിക് ജീവനക്കാരെയും തുടർച്ചയായി ചോദ്യം ചെയ്ത് ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതോടെ പാർട്ടി പ്രതിരോധ കോട്ടകൾ ഓരോന്നോരോന്നായി തകർന്നു. മാസപ്പടി കേസ് ഇത്രയും കാലം വലിയ വാർത്തയായി നിന്നിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തുകൊണ്ടാണ് വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ ഇത്രയും കാലം വൈകിയത് എന്ന ചോദ്യം ന്യായമായും ഉയർന്നു വരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തിനാണ് ഇത്രയധികം ആവേശം കാണിക്കുന്നത് എന്ന ചോദ്യത്തിന് പിന്നിലും വ്യക്തമായ ചില നിയമപരവും പ്രായോഗികവുമായ കാരണങ്ങളുണ്ട്. ഇത്രയും കാലം ചോദ്യം ചെയ്യൽ വൈകാൻ കാരണം എന്ത്? അതാണ് ആദ്യത്തേത്, പ്രാഥമിക തെളിവുകളുടെ അഭാവം. ED നേരിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങണമെങ്കിൽ മറ്റൊരു ഏജൻസി രജിസ്റ്റർ ചെയ്ത ഒരു പ്രെസിഡിക്കേറ്റ് ഒഫൻസ്, അതായത് പ്രധാന കുറ്റകൃത്യം ഉണ്ടായിരിക്കണം. ഈ കേസിൽ ആദ്യം അന്വേഷണം നടത്തിയത് ആദായ നികുതി വകുപ്പും പിന്നീട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIOയുമാണ്.
അവരുടെ അന്വേഷണ റിപ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും ഇഡിക്ക് ഔദ്യോഗികമായി ലഭിക്കാൻ സമയമെടുത്തു. SFIO ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന കോടതിയിൽ അന്തിമ റിപ്പോർട്ട് കൊടുത്തതിന് പിന്നാലെയാണ് ഇഡിയിലേക്ക് ഈ കേസ് എത്തുന്നത്. SFIOയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. കേന്ദ്ര ഏജൻസിയായ SFIO നടത്തിയ അന്വേഷണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകളും നികുതി വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ചതോടെ ഇഡിക്ക് നിയമപരമായി ശക്തമായ അടിത്തറ ലഭിച്ചു. ഇനി വൈകിയാൽ അത് അന്വേഷണ ഏജൻസിയുടെ വീഴ്ചയായി കോടതി വിലയിരുത്തും. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കൽ. എക്സാലോജിക്, CMRL എന്നീ കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഇമെയിൽ ഇടപാടുകൾ, സാങ്കേതിക കരാറുകൾ, അവയുടെ വിപുലമായ പരിശോധന എന്നിവയെല്ലാം ആവശ്യമായിരുന്നു. കൃത്യമായ രേഖകളില്ലാതെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ പോലൊരു VIPയെ ചോദ്യം ചെയ്താൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അതിനാൽ ഹോംവർക്ക് പൂർത്തിയാക്കാനാണ് ഇഡി ഒരല്പസമയം കൂടുതലെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത്, അതായത് കഴിഞ്ഞ കാലയളവിൽ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. ആ സമയത്ത് പ്രതിപക്ഷ നേതാക്കളെയും ഭരണപക്ഷ നേതാക്കളെയും ചോദ്യം ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന ആക്ഷേപത്തിന് കാരണമാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കാൻ അന്വേഷണ ഏജൻസികൾ തന്ത്രപൂർവ്വം മാറി നിന്നു. ഇപ്പോൾ ഇഡി ഇത്രയധികം ആവേശം കാണിക്കുന്നത് എന്തുകൊണ്ട്? അതാണ് രണ്ടാമത്തെ ചോദ്യം. CMRL കമ്പനിയുടെ ഉദ്യോഗസ്ഥരെയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെയും ഇഡി ഇതിനകം തന്നെ പലവട്ടം ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് IT സേവനങ്ങൾക്കൊന്നുമല്ല എന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കാനാണെന്നുമുള്ള നിർണായക മൊഴികൾ ഇഡിയുടെ കൈവശം ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണയിലേക്ക് ഇഡി തിരിഞ്ഞിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുകയോ സഹകരിക്കാതിരിക്കുകയോ ചെയ്താൽ ഇഡിക്ക് ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കാം. വക്കീൽ വഴി രേഖകൾ നൽകി ഒഴിഞ്ഞുമാറാൻ വീണ ശ്രമിച്ചതോടെ നേരിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന ഉറച്ച നിലപാടിലേക്ക് ഇഡി എത്തിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് കേന്ദ്രത്തിൽ നിന്നും പച്ചക്കൊടി ലഭിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുന്നുവെന്ന് വരുത്തി തീർക്കേണ്ടത് കേന്ദ്ര ഏജൻസികളുടെ ആവശ്യവുമാണ്. ചുരുക്കത്തിൽ ഇത്രയും കാലം തെളിവുകൾ കോർത്തിണക്കാനും നിയമപരമായ തടസ്സങ്ങൾ മാറ്റാനുമാണ് ഇഡി സമയമെടുത്തത്. ഇപ്പോൾ കെണി പൂർണ്ണമായും മുറുകിയെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് വീണ വിജയന് ഒരൊറ്റ ശ്വാസം വിടാൻ പോലും സമയം നൽകാതെ ഇഡി സമൻസുകൾ അയക്കുന്നത്. CPM നേതൃത്വം ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനത്തിന് നിർബന്ധിതരായിരിക്കുകയാണ്. ഈ സമയം ഒരു വ്യക്തിയുടെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ പാർട്ടിയുടെ ചുമലിൽ വെച്ചൊഴിയുന്നത് വൻ തിരിച്ചടിയാകുമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിക്കുന്നു. ലാവ്ലിൻ കേസ് മുതൽ സ്വർണ്ണക്കടത്ത് കേസ് വരെ പാർട്ടി ഒറ്റക്കെട്ടായി മുഖ്യമന്ത്രിയെ പിന്തുണച്ചെങ്കിൽ മകളുടെ വ്യക്തിപരമായ ബിസിനസ് അഴിമതിയിലേക്ക് പാർട്ടിയെ വലിച്ചിഴക്കരുത് എന്ന് അണികൾക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്ന മുറുമുറുപ്പുകൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി വീണ വിജയനെ കൈവിടുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്ക് നീങ്ങിയേക്കാം. എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്ന ഓരോ രൂപയുടെ കൃത്യമായ സ്രോതസ്സും അതിന് പകരമായി നൽകിയ സേവനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ഇഡി ആവശ്യപ്പെടും. മുൻപ് CMRL ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വീണ വിജയന്റെ മൊഴികളും തമ്മിൽ ഒത്തുനോക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പൊരുത്തക്കേട് പോലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നയിച്ചേക്കാം. വക്കീലിനെ മുൻനിർത്തി രക്ഷപ്പെടാനുള്ള ഒന്നാം ഘട്ടം പാളിയതോടെ നിയമത്തിന്റെ വഴിയെ തനിച്ച് സഞ്ചരിക്കുകയല്ലാതെ വീണയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. രോഗത്തിന്റെ ആനുകൂല്യം കാണിച്ച് എത്ര നാൾ മാറി നിന്നാലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാകുമെന്ന ബോധ്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബത്തെയും അസ്വസ്ഥമാക്കുന്നുണ്ട്. നിയമത്തിന്റെ കണ്ണികൾ മുറുകുമ്പോൾ അധികാരത്തിന്റെ ഉച്ചിയിൽ നിന്നവർക്ക് പോലും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വലിയൊരു പാഠമാണ് ഈ മാസപ്പടി കേസ് കേരള സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്.